സ്കൂട്ടർ തട്ടിപ്പിൽ നജീബ് കാന്തപുരം എംഎൽഎക്കെതിരെ കേസെടുത്തു. പുലാമന്തോൾ സ്വദേശി അനുപമയുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. വഞ്ചനാകുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നമ്മളെ എംഎൽഎന്റെ പദ്ധതി പ്രകാരം 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, അതേപോലെ തയ്യൽ മെഷീൻ, സ്കൂട്ടി, അങ്ങനെയൊക്കെ വനിതകളെ ഒരു പദ്ധതിയായിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ 50% ഡിസ്കൗണ്ടോടുകൂടി കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം മോൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യാർത്ഥം ലാപ്ടോപ്പ് ആവശ്യമുണ്ടായിരുന്നു. അത് കാരണം ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് പൈസ അടച്ചതാണ്. പകുതി പൈസ എന്നുള്ള രൂപത്തിൽ 20,000 രൂപയും അതിൻ്റെ പ്രോസസ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 1,000 രൂപയും, അതായത് 21,000 രൂപ അങ്ങനെ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ MLA പോയി ചോദിച്ചു. പക്ഷേ അവിടുന്ന് പറഞ്ഞത് MLA നമ്മളെ ഇപ്പോൾ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിൻ്റെ ഭാഗമല്ല ഇതെന്നാണ് അവർ പറഞ്ഞത്. MLA ഇതിൽ നമ്മൾ പൈസ ഇപ്പോൾ അടച്ചതിന് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നുള്ള റെസിപ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ MLA ഓഫീസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, ഇങ്ങനെ ഓരോ പരാതിക്കാർ പരസ്യ പ്രതികരണത്തിന് പോലും തയ്യാറാവുന്നു. തനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം DYFI വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. പ്രതിഷേധമുണ്ടാകുന്ന MLAക്കെതിരെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ രംഗത്തേക്ക് വരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത്? പരാതിയിലെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കേസെടുത്തത് എങ്ങനെ? അതെ, പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ് MLA സംബന്ധിച്ചുള്ളത്. ഈ CSR തട്ടിപ്പ് ഫണ്ടിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. ഈ മുഖ്യപ്രതി കസ്റ്റഡിയിലാകുന്നു. പിന്നാലെ പലരുടെയും എതിരെ ആരോപണം ഉണ്ടാകുന്നു. അതിൽ നജീബ് കാന്തപുരത്തിനെതിരെ വലിയ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് DYFI നടത്തിയത്. ഇന്നലെ പത്രസമ്മേളനം വിളിക്കുന്നു. പിന്നാലെ ഇന്ന് ഒരു മാർച്ച് നടത്തുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു കേസ് കൂടി വരുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ്. അത് പുലാമന്തോൾ സ്വദേശിയായ അനുപമ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വഞ്ചനാ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് MLAക്കെതിരെ. 2024 മെയ്യിലാണ് ഇത്തരത്തിൽ MLA ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA ഓഫീസിന്റെ ഒരു നോട്ടീസ് കണ്ട് ഈ അനുപമ 21,000 രൂപ ലാപ്ടോപ്പിനായി പണം അടയ്ക്കുന്നത്. പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പലതവണയായി സമീപിച്ചപ്പോഴും യാതൊരു വിവരവും നൽകിയില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത്. പിന്നാലെ ഈ CSR തട്ടിപ്പിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നു. അങ്ങനെ MLAക്കെതിരെ പരാതിയുമായി MLA ഓഫീസിനെതിരെ പരാതിയുമായി വരുന്നു. അതിൽ പരാതിക്കാരി പറയുന്നതാണ് MLA ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അത് MLA ഉത്തരവാദിയാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പരാതി. അങ്ങനെ MLAക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് എന്തായാലും കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായുള്ള ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനിടെ കൂടിയാണ് നജീബ് കാന്തപുരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ